അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സത്യവിശ്വാസികളെ, അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. ഖിയാമത്ത് നാളിൽ അള്ളാഹു സംസാരിക്കാത്ത, അള്ളാഹു നോക്കാത്ത, അള്ളാഹു സംസ്കരിക്കാത്ത വേദനാജനകമായ ശിക്ഷ ലഭിക്കുന്ന 3 കൂട്ടരിൽ ഒരാളെ പറ്റിയാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ സംസാരിച്ചത്. ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴക്കുന്നവൻ എന്നാണ്. അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദർസിലൂടെ നാം മനസ്സിലാക്കുകയുണ്ടായി. അപ്പോൾ പുരുഷന്മാരുടെ വസ്ത്രം ഒരിക്കലും നിര്യാണിക്ക് താഴെ ഇറങ്ങുവാൻ പാടില്ല. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ മന്നാൻ, ചെയ്ത ഉപകാരം എടുത്ത് പറഞ്ഞു നടക്കുന്നവൻ എന്നാണ്. ചെയ്ത ഉപകാരങ്ങളോ കൊടുത്ത ദാനധർമ്മങ്ങളോ തന്റെ ശുപാർശപ്രകാരം മറ്റൊരാൾക്ക് നൽകിയ സേവനമോ എടുത്തു പറഞ്ഞു നടക്കുന്ന എത്രയെത്ര ആളുകളെയാണ് നമ്മൾ കാണാറുള്ളത്. ചെയ്ത ഉപകാരങ്ങളും സേവനങ്ങളും എടുത്തുകാട്ടി വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ധാരാളം ലൈക്കുകൾ ലഭിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന പല ആളുകളെയും നമ്മൾ കാണാറുണ്ട്. ചെയ്തു കൊടുത്ത ഉപകാരവും സേവനവും എടുത്തു പറഞ്ഞ് ഉപകാരം ചെയ്യപ്പെട്ടവരുടെ അഭിമാനത്തിനും അന്തസ്സിനും മുറിവേൽപ്പിക്കുന്ന ചില ആളുകളുണ്ട്. ഇതെല്ലാം ഒരു സത്യവിശ്വാസിയിൽ നിന്നും ഉണ്ടാവാൻ പാടില്ലാത്ത നിഷിദ്ധമായ കാര്യങ്ങളാണ്. നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഉപകാരങ്ങളും സേവനങ്ങളും കൊടുത്ത ദാനധർമ്മങ്ങളും ചെറുതാവട്ടെ വലുതാവട്ടെ അതിന്റെ മഹത്തായ പ്രതിഫലം ചെയ്തതെടുത്തു പറഞ്ഞുകൊണ്ട് നിഷ്ഫലമാക്കി കളയരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ. സത്യവിശ്വാസികളെ, കൊടുത്തത് എടുത്തു പറഞ്ഞുകൊണ്ടും ശല്യമുണ്ടാക്കിക്കൊണ്ടും നിങ്ങൾ നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിഷ്ഫലമാക്കി കളയരുത്. അപ്പോൾ അള്ളാഹു സംസാരിക്കാത്ത, അള്ളാഹു നോക്കാത്ത, അള്ളാഹു സംസ്കരിക്കാത്ത വേദനാജനകമായ ശിക്ഷ ലഭിക്കുന്ന 3 കൂട്ടരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതായി ഈ ഹദീസിൽ എണ്ണിയത് അൽ മന്നാൻ, ചെയ്ത ഉപകാരം എടുത്തു പറഞ്ഞ് നടക്കുന്നവൻ എന്നാണ്. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുനഫിഖു അൽ മുൻഫിഖു സിൽഅതഹു ബിൽ ഹൽഫിൽ കാദിബ്. കള്ളസത്യം ചെയ്തുകൊണ്ട് തന്റെ ചരക്കുകൾ വിറ്റഴിക്കുന്നവൻ എന്ന്. ഇല്ലാത്ത മേന്മയും മഹിമയും പറഞ്ഞ് സത്യം ചെയ്തുകൊണ്ട് കച്ചവട സാധനങ്ങൾ വിറ്റഴിക്കുന്നത് സാർവത്രികമായി ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കച്ചവട ചരക്കുകൾ വിറ്റഴിക്കുവാൻ വേണ്ടി പല കളവുകളും പറയുന്ന, വഞ്ചന നടത്തുന്ന, അള്ളാഹുവിനെ ഭയപ്പെടാത്ത ചില കച്ചവടക്കാരുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഗശന ഫലൈസ മിന്ന, നമ്മെ വഞ്ചിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന്. അപ്പോൾ അള്ളാഹു സംസാരിക്കാത്ത, അള്ളാഹു നോക്കാത്ത, അള്ളാഹു സംസ്കരിക്കാത്ത വേദനാജനകമായ ശിക്ഷ ലഭിക്കുന്ന 3 കൂട്ടരിൽ മൂന്നാമത്തേതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞത് കള്ളസത്യം ചെയ്തുകൊണ്ട് ചരക്ക് വിറ്റഴിക്കുന്നവൻ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.